How do you rate Argentina Switzerland game and Norway game, England Norway game? ഞാൻ അർജന്റീന സ്വിറ്റ്സർലൻഡ് ഗെയിം ഇന്നലെ പറഞ്ഞിരുന്നു. നോർവേ ഇംഗ്ലണ്ട് ഗെയിം പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സെമി ഫൈനലിൻ്റെ ഒരു എന്താ പറയുന്നത്, അല്ല ഒരു ക്വാർട്ടർ ഫൈനലിൻ്റെ ഒരു നിലവാരത്തിനൊത്ത് വന്ന ഒരു കളിയല്ല. ഇംഗ്ലണ്ട് ബെറ്റർ ടീമായിരുന്നു. പിന്നെ അതിനകത്ത് ഒരു കാര്യം ഞാൻ ഇന്നലെ പറയാൻ വിട്ടു ഒരു കാര്യമാണ്. You might have seen one person was red carded for simulation. What do you mean by simulation? Simulation means like ഇരവാദം. അതായത് there is a player in ബ്രസീലിയൻ റാങ്ക്സിൽ ഒരു പ്ലെയർ ഉണ്ട്, നെയ്മർ. പുള്ളി സൂപ്പർ സ്റ്റാറാണ്. പുള്ളി വീണ് കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര പിന്നെ ഓസ്കാറിനാണ്, പിന്നെ ഗോളല്ല ഉദ്ദേശം, പുള്ളിക്ക് ഓസ്കാറാണ്. ഭയങ്കര അരോചകമാണ് കണ്ടുകൊണ്ട് നിൽക്കുന്നത്. കാരണം പിന്നെ അങ്ങ് ഭയങ്കര പെയിൻ അഭിനയിക്കലും ഭയങ്കര 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 ഇത് സത്യത്തിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഒറിജിനൽ അല്ലാതെ തന്നെ പണ്ടത്തെ കാലത്ത് ഈ ആക്ടിങ്ങിൽ കൊണ്ട് പലർക്കും ഈ ചെയ്യുന്ന നിരപരാധികൾക്ക് യെല്ലോ കാർഡും റെഡ് കാർഡും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ലോകകപ്പിൽ ഒരുപാട് സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയാം, പക്ഷേ റഫറിക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ വാറ് വന്നപ്പോൾ ഇന്നലെ തന്നെ ഒരു സ്വിറ്റ്സർലൻഡിൻ്റെ ഒരു ഐ മീൻ നോർവേയുടെ ഒരു താരത്തെ റെഡ് കാർഡ് കൊടുത്തു. റെഡ് കാർഡ് കൊടുത്തതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ, പുള്ളി വീണിട്ട് അത് അർജന്റീനയുടെ കളിയാണ് കേട്ടോ, തെറ്റിപ്പോയി. അർജന്റീനയും സ്വിറ്റ്സർലൻഡുമായിട്ടുള്ള കളിയാണ്, സിമുലേഷൻ അല്ലാതെ ഇംഗ്ലണ്ടിനും നോർവേയല്ല. അർജന്റീനയുടെ താരം ശരിക്കും ഒന്നും ചെയ്തില്ല. മറ്റേ ആളാണ് ശരിക്കും കാല് പുറകോട്ട് ഇട്ടിട്ട് ഒരു തട്ടം തട്ടിട്ട് പുള്ളി വീണിട്ട് പുള്ളി ചെയ്യുന്നു. അപ്പോൾ പുള്ളിക്ക് സെക്കൻഡ് വീണ്ടും മറ്റേ ആൾക്ക് മഞ്ഞക്കാർഡ് കൊടുത്തിരുന്നു, പക്ഷെ അവർ പ്രൊട്ടസ്റ്റ് ചെയ്തു. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞു ഇത് ഫൗളല്ല, മറ്റേ ആളാണ്, എന്നിട്ട് അയാളെ സിമുലേഷൻ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾക്ക് ഒരു മഞ്ഞക്കാർഡ് കാണിച്ചു. അപ്പോൾ അയാൾ മഞ്ഞക്കാർഡ് ഇതിന് മുന്നേ കിട്ടിയ ആളാണ്. 2 മഞ്ഞക്കാർഡും ആയപ്പം അയാൾ പുറത്തു പോയി. ഇത് വളരെ നല്ലതാണ്. ഇരവാദം എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകം ഭീകരവാദത്തെക്കാൾ ഭീകരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. സർവ ഇരവാദം, എവിടെ ചെന്നാൽ ഇരവാദം. ഇൻ ദ വേൾഡ് ഈസ് റൺ ബൈ ഇരവാദം. അപ്പോൾ യഥാർത്ഥ ജെന്യൂനായിട്ടുള്ള കംപ്ലൈൻറ്റോ കൺസേൺസോ പോലും അഡ്രസ്സ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഇരവാദ ഭീകരതയിൽ ജീവിക്കുന്ന ഒരു ലോകമാണിത്. അത് ഫുട്ബോളിലും അത് നിർത്തണം. ഈ സിമുലേഷന് ഇല്ലാത്ത ഒന്നും ഉണ്ട് എന്ന് പറയുക, അല്ലെങ്കിൽ ഉണ്ടാക്കി തീർക്കുക, അല്ലെങ്കിൽ കുത്തിത്തിരിപ്പ് നടത്തി ഉണ്ടാക്കിയെടുക്കുക. അത് പൊളിറ്റിക്സിലായാലും പ്ലേയിലായാലും ഏതിനകത്തായാലും അത് അർജന്റീനയുടെ മത്സരമാണ്. പിന്നെ ഇംഗ്ലണ്ട് നോർവേ മത്സരം, ഹാളണ്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് ബെറ്റർ ടീം അല്ലേ? ഇംഗ്ലണ്ട് തീർച്ചയായിട്ടും ബെറ്റർ ടീമാണ്. ഒരു യഥാർത്ഥ ഒരു മത്സരത്തിലായിട്ട് ഉയർന്നതായിട്ട് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ബട്ട് ഇംഗ്ലണ്ട് ഹാസ് എ ചാൻസ്. ഇപ്പോൾ 4 ടീമുകൾ, ഇപ്പോൾ വേൾഡിൻ്റെ 1, 2, 3, 4 4 ടീമുകളാണ് സെമി ഫൈനലിൽ എത്തിയിരിക്കുന്നത് ഫിഫ റാങ്കിങ് പ്രകാരം. അത് വളരെ അപൂർവമായിട്ടാണ് വരുന്നില്ലേ. 4 ചൊവ്വയും വ്യാഴവും ശുക്രനും എല്ലാം ഒരേ ഇതിൽ വരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. അതിൽ ഏറ്റവും ദുർബലമായ ടീം അർജന്റീന തന്നെയാണ്. ഈ കളി ഇപ്പോഴുള്ള നിലവിലുള്ള ഫോമും കളിയൊക്കെ വെച്ച് കൊണ്ട് ഡീപോൾ എന്നൊക്കെ പറയുന്ന ആ മിഡ്ഫീൽഡറെയൊക്കെ നോക്കൂ. ഡിമാരിയോ എന്ന് പറയുന്ന ഒരാളുണ്ട് കഴിഞ്ഞ 2021. പുള്ളി ഒരു വിങ്ങർ, പ്ലേ മേക്കർ കൂടിയാണ്. പുള്ളിയുടെയൊക്കെ ഒരു ആബ്സെൻസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു 10% സമയം മാത്രമാണ് ഒരു വേൾഡ് ചാമ്പ്യൻസ് എന്നുള്ള നിലവാരത്തിൽ അർജന്റീന കളിച്ചുകൊണ്ടിരിക്കുന്നത്. മറിച്ച് പണ്ട് കഴിഞ്ഞ വേൾഡ് കപ്പിലും കോപ്പ അമേരിക്കയിലും അർജന്റീന കളിച്ച രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 80% ഓഫ് ദ ടൈം അവർ വേൾഡ് ലീഡേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്വാളിറ്റി ടീമിനെ പോലെ കളിച്ചിട്ട് അവർക്ക് 20% സമയം അവരൊരു ഓർഡിനറി ടീമായിരുന്നു. ഇപ്പോൾ നേരെ ഒരു 10-20 മിനിറ്റാണ് ഇവരൊരു ക്വാളിറ്റി ടീം ആവുന്നത്. ബാക്കി മോസ്റ്റ് ഓഫ് ദ ടൈംസ് അർജന്റീന ഒരു പ്രിറ്റി ഓർഡിനറി സൈഡ് പോലെയാണ് എനിക്ക് തോന്നിയതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്തും നടക്കാം. അർജന്റീനയുടെ എല്ലാ വിജയങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേപ്പ് വേർഡേക്കെതിരെയുള്ള കളി, ഈജിപ്തിനെതിരെയുള്ള കളി, ഇപ്പോൾ ലൈക്ക് സ്വിറ്റ്സർലൻഡിനെതിരെയുള്ള കളി എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, അതുകൊണ്ട് തന്നെ അർജന്റീന ഒരു കൊഹഷനുണ്ട്, ജെല്ലിങ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് പറയാൻ കഴിയില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി പിന്നെ ഇംഗ്ലണ്ടും
ഈ പ്രഷറിൽ ബ്രേക്ക് ചെയ്യുന്ന ടീമാണ്. പണ്ട് ഈ പോൾ ഗാസ്കോയിനൊക്കെ ഉണ്ടായിരുന്ന സമയം ഒരു നല്ലൊരു ടീം ഉണ്ടായിരുന്ന സമയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായി, ഫ്രാൻസും ഇംഗ്ലണ്ടുമായിട്ടുള്ള ഒരു സെമി ഉണ്ടായിരുന്നു. ഞാനത് വേൾഡ് കപ്പ് സെമിഫൈനലിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത്. ഇന്ന് ഫ്രാൻസ് എനിക്കൊന്ന് അന്ന് പ്ലാറ്റിനി ഉണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, എന്തായാലും ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ദ സെമി ഫൈനൽസ്.